വിജിൻ, ഈ ഇങ്ങനെയൊരു ശുപാർശ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ സംശയമാണ്. അപ്പോൾ എങ്ങനെയാണ് VC ഡയറക്റ്റായിട്ട് തീരുമാനമെടുക്കുകയാണോ, അതല്ല കൂടിയാലോചനകളും ചർച്ചകളൊന്നും ആവശ്യമില്ല എന്നാണോ? നിലവിൽ ഒരു കൂടിയാലോചനയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ രാവിലെ വ്യക്തമാക്കിയത്. ഗവർണർ VCയോട് ഇക്കാര്യത്തിലുള്ള വിശദീകരണം ചോദിച്ചിരുന്നു. റിപ്പോർട്ട് അടിയന്തരമായി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് VC സർവകലാശാല രജിസ്ട്രാറോടും ഒപ്പം തന്നെ PROവിന്റെയും ഒപ്പം സെക്യൂരിറ്റി ഓഫീസറുടെയും വിശദീകരണം വാങ്ങിയ ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒറ്റനോട്ടത്തിൽ വായിച്ചു നോക്കിയപ്പോൾ തന്നെ മനസ്സിലായത് കൃത്യമായി സംഘാടകരുടെ വിശദീകരണം ഉൾക്കൊള്ളിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് ഈ വൈസ് ചാൻസലർ രാജ്ഭവന് നൽകിയത് എന്ന് വ്യക്തമാകുന്നത് തന്നെയായിരുന്നു. ഇതിൽ പറയുന്നത് 3ഓളം വരുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി രജിസ്ട്രാർ ഗൂഢാലോചന നടത്തി എന്നതാണ്. അടിയന്തര സിൻഡിക്കേറ്റ് അവൈലബിൾ സിൻഡിക്കേറ്റ് യോഗം ആ ഘട്ടത്തിൽ സർവകലാശാലയിൽ ചേർന്നിരുന്നു. കാരണം സർവകലാശാലയുടെ നിയമാവലിക്ക് വിരുദ്ധമായി ഇത്തരത്തിലുള്ള പരിപാടി നടത്താൻ കഴിയില്ല എന്നുള്ള നിലപാട് സിൻഡിക്കേറ്റ് രജിസ്ട്രാറെയും അറിയിച്ചു. സിൻഡിക്കേറ്റ് എന്റെ തീരുമാനമാണ് രജിസ്ട്രാർ ഈ സംഘാടകരെയും ഒപ്പം തന്നെ രാജ്ഭവനിലേക്കും ഗവർണറെയും ഒക്കെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെല്ലാം തള്ളിക്കൊണ്ടാണ് ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തത്. സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഇക്കാര്യത്തിലുള്ള വിശദീകരണം ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നാണ് ആ വിശദീകരണം നൽകേണ്ടത് എന്നുള്ളതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ നിലപാടെടുക്കുന്നത്. പക്ഷേ ഇതിനൊന്നും സമയം കാത്തു നിൽക്കാതെ വൈസ് ചാൻസലർ തന്നെ ഇക്കാര്യത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ട് രാജ്ഭവന് നൽകുകയായിരുന്നു. അതിനെ തുടർന്നാണ് ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം രാജ്ഭവൻ നിയമോപദേശം കൂടി തേടി വൈസ് ചാൻസലർക്ക് ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു ശുപാർശ നൽകിയത്. അല്പസമയം മുമ്പാണ് ആ ശുപാർശ വൈസ് ചാൻസലർക്ക് ലഭിച്ചത്. മണിക്കൂറുകൾ പിന്നിടുന്നതിന് ഇടയിലാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വലിയ നിയമ പോരാട്ടത്തിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രജിസ്ട്രാർ തന്നെ വ്യക്തമാക്കിയത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ തന്റെ അടുത്ത് എത്തി ഇങ്ങനെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട് ഈ ഹാളിൽ എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് താൻ ആ ഹാളിലേക്ക് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ആ ചിത്രം വെച്ചതായി കാണുന്നു. അത് ഒരു തരത്തിലും സർവകലാശാലയുടെ നിയമാവലിക്ക് ഉതകുന്ന ഒരു ചിത്രമല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് സംഘാടകരോട് ആ ചിത്രം ഒന്നുകിൽ എടുത്തു മാറ്റണം അല്ലെങ്കിൽ പരിപാടി റദ്ദാക്കേണ്ടി വരും എന്നുള്ള കാര്യം അറിയിച്ചത്. പക്ഷേ സംഘാടകർ അതിന് വഴങ്ങിയില്ല. കാരണം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചില സമ്മർദ്ദങ്ങൾ രജിസ്ട്രാർക്കും ഉണ്ടാകും എന്ന് സംഘാടകർക്കും നേരത്തെ അറിയാമായിരുന്നു. ആ സമയത്താണ് സംഘാടകർക്ക് സർവകലാശാല പരിപാടിക്ക് അനുമതി നൽകിയ ഉത്തരവ് കാണിക്കുന്നത് രജിസ്ട്രാർ. അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു, മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ആ ഉത്തരവ് ലഭിക്കുകയും ചെയ്തതാണ്. അതിൽ കൃത്യമായി പറഞ്ഞത് ഒരു തരത്തിലും മതനിരപേക്ഷതയ്ക്ക് യോജിക്കാത്ത ഏതെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നമോ ഏതെങ്കിലും തരത്തിലുള്ള മത ബിംബമോ ഉയർത്തിക്കാട്ടിയുള്ള ഒരു പരിപാടിയും അങ്ങനെ ഈ പരിപാടി വെക്കുന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിലും ഈ സർവകലാശാലയുടെ ബൈലോയ്ക്ക് അനുയോജ്യമായതല്ല. പരിപാടി നടത്താൻ അനുമതി ഉണ്ടാവില്ല. ഇത്തരം സർവകലാശാലയുടെ ബൈലോ കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് മാത്രം പരിപാടിക്ക് അനുമതി നൽകുന്നു എന്നുള്ളതായിരുന്നു ആ ഉത്തരവിൽ കൃത്യമായി വ്യക്തമാക്കിയിരുന്നത്. അതിനർത്ഥം സർവകലാശാല രജിസ്ട്രാർ ഇക്കാര്യത്തിൽ സർവകലാശാലയുടെ കാലങ്ങളായി നേരത്തെ തന്നെ രൂപീകരിച്ച ഒരു ചട്ടം